നമസ്കാരം. കേരളത്തിൽ ഇന്ന് വലിയ കൊട്ടിഘോഷങ്ങളോടുകൂടി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. ഇന്ന് വലിയ പരസ്യം മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങുകയും അതിൽ ഒരു കുറവുമില്ലാതെ തന്നെ കൊടുക്കാത്ത പ്രൊജക്റ്റിന് പോലും കോടികൾ കേരളത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന വിലക്കയറ്റത്തിന്റെ നിരക്കെന്ന് പറയുന്നത് 3.16%. എന്നാൽ കേരളത്തിൽ 5.94% രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ മനുഷ്യർ പൊറുതിമുട്ടുകയാണ്. 2ാം സ്ഥാനം വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ രാജ്യത്തുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയ്ക്കാണ്. അത് 4.26%-ത്തിലാണ് കർണാടക എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യം നൽകുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പദ്ധതികളുടെ പേര് മാറ്റുകയും വലിയ രീതിയിൽ നമ്മുടെ തന്നെ നികുതി പണം എടുത്തുകൊണ്ട് പരസ്യം കൊടുക്കുകയും, പരസ്യം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ആ കൊടുക്കുന്ന പരസ്യത്തിനകത്ത് കേന്ദ്രത്തിന്റെ എത്ര കോടി രൂപയുടെ സഹായമുണ്ട് എന്ന് ഒരു പരസ്യത്തിലും പറയാതെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിന്റെ ഈ നയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പേരുമാറ്റൽ പ്രക്രിയയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെ പരിഗണിക്കപ്പെടുകയാണ്. അടുത്തിടെ പുറത്തു വന്നിട്ടുള്ള ഒരു കണക്ക് പ്രകാരം രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയിലൂടെ മുന്നോട്ട് പോകുന്നു. 29% കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും കണക്ക് എന്നുള്ളതാണ്. ഇത് വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ളവർ ഈ കേരളം വിട്ടുകൊണ്ട് പല വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർ കുടിയേറ്റം നടത്തുന്നു. കഴിവും പ്രാപ്തിയുമുള്ള ബിസിനസ്സുകാർ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോയി അവർ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഈ കേരളത്തിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഈ സമൂഹത്തോടുള്ള കേരള സർക്കാരിന്റെ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഒരു നേതാവ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി പോലും പറഞ്ഞു, ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് കൊട്ടിഘോഷിക്കുന്ന പല പദ്ധതികളുടെയും കണക്കുകൾ പരിശോധിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം കേന്ദ്ര ഗവൺമെന്റിനാണ് എന്ന് പറയാതെ പറയുന്ന ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാരെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഏറ്റെടുത്തിട്ടുള്ളത് റേഷൻ വിതരണത്തിലാണ്. ആ റേഷൻ വിതരണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധമായിരുന്നു. കൊറോണ കാലഘട്ടത്തിൽ പോലും ഒരാൾ പോലും വിശപ്പ് അനുഭവിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ ജാഗ്രത അത് കേരള ഗവൺമെന്റിലും റിഫ്ലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. അത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ആ സ്മാർട്ട് സിറ്റിയുടെ പരസ്യം വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടപ്പോൾ, ഓരോരുത്തരും വായിക്കപ്പെട്ടപ്പോൾ 760 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ആണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്,
സ്മാർട്ട് സിറ്റികളുടെയും നഗരവികസനങ്ങളുടെയും കാര്യത്തിൽ എത്ര കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സത്യസന്ധതയുണ്ടോ? ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. രാജ്യത്ത് 100 സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തെരഞ്ഞെടുത്ത് പദ്ധതി നടപ്പിലാക്കിയതാണ്. ഈ കണക്കുകൾ കേരളത്തിന്റെ നിയമസഭാ രേഖകളിൽ ഉള്ളതാണ്. നിയമസഭാ രേഖകളിൽ കൃത്യമായിട്ടുള്ള പദ്ധതി ഉണ്ടായിട്ടും ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ 760 കോടി രൂപ കേന്ദ്ര നഗര വികസന മന്ത്രാലയം നൽകിയിട്ടും എന്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ച് കൊടുത്ത പരസ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു ധ്വനിയുമില്ലാതെ പദ്ധതി സ്വന്തം പേരിലേക്ക് ആക്കി തീർത്തുകൊണ്ടുള്ള വളരെ വലിയ കാപട്യമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓരോ പദ്ധതികളും കേന്ദ്രം പറയുന്ന സമയത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം ചേർന്നപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വൃദ്ധരായിട്ടുള്ള ആളുകളെ, വൃദ്ധരായിട്ടുള്ള അമ്മമാരെ, അച്ഛന്മാരെ, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നത് വളരെ വലിയ വേദനയാണ്. കാലമത്രയും ജോലിയെടുത്ത് മക്കളെയും കൊച്ചുമക്കളെയും സംരക്ഷിച്ചതിന് ശേഷം ആ വീടിനകത്ത് കഴിയുന്ന 70 വയസ്സ് കഴിഞ്ഞ ഈ വാർദ്ധക്യ പ്രായത്തിലെത്തിയ ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് കൊടുക്കണം എന്ന് കേന്ദ്രം മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേരള ഗവൺമെന്റ് അത്യന്തം ഖേദകരമായിട്ടുള്ള നിലപാടാണ് ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. പല ആശുപത്രികളിലും ഈ വയസ്സായിട്ടുള്ള ആളുകൾ പോകുന്ന സമയത്ത് അവർക്ക് ഈ കാർഡ് കയ്യിൽ കരുതാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ട്. അത് കേരളത്തിന്റെ മുഴുവൻ MLA-മാർക്കും കേരള നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്കും വാർദ്ധക്യമുള്ള ബന്ധുക്കളുണ്ട്. നിങ്ങൾ പക്ഷേ തോർത്തുമുണ്ടിന് ഒന്ന് ഉഴിച്ചിലിന് വേണ്ടിയിട്ട് പോകുമ്പോൾ, സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ തോർത്തുമുണ്ടിന് 1000 രൂപ എഴുതിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അസുഖമില്ലാത്ത MLA-മാർക്കും അസുഖമുള്ള MLA-ക്കുമൊക്കെ നിങ്ങൾ കൃത്യമായി കണക്ക് പറഞ്ഞ് പൈസ എഴുതിയെടുക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചടുലമായ നീക്കങ്ങൾക്ക് കേരള നിയമസഭയിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായപ്പെടുന്നു. തീർച്ചയായിട്ടും ആയുഷ്മാൻ ഭാരത് പദ്ധതി എത്രയും വേഗം നമ്മുടെ വയസ്സായ ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം, നടപടികളും ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നൈപുണ്യ വികസന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യുവാക്കൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് അനുഭവിക്കുകയും അവർ ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും പോവുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട പുതുക്കാടിലെ ഒരു സഹോദരന്റെ മരണം, ഒരു സുരക്ഷിതമല്ലാത്ത രാജ്യത്ത് പോയി പട്ടാളത്തിൽ ചേർന്നു എന്നാണ് ആ വീട്ടുകാർക്ക് കിട്ടിയിട്ടുള്ള അവസാനം കിട്ടിയ വിവരം എന്നുള്ളതും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ ഭൗതിക ശരീരം വരുന്ന സമയത്ത് ദൃക്സാക്ഷികളായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കുകയാണ്. കാരണം സുരക്ഷിതത്വമില്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പോവുകയാണ്. നൈപുണ്യ പദ്ധതി അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിൽ പോലും ലാഗിംഗ് ആണ്, വിട്ടുവീഴ്ചയാണ് നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടത്തെ ഈ ഡിപ്പാർട്ട്മെന്റുകളെ നോക്കേണ്ട, അതത് വകുപ്പ് മന്ത്രിമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വകുപ്പ് മന്ത്രിമാരെ വിളിച്ചിരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി മറ്റു സംസ്ഥാനങ്ങൾ കോടാനുകോടി വാങ്ങിയെടുക്കുന്നത് പോലെ
അത് വാങ്ങിയെടുക്കാനും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനും അതിനകത്ത് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വേണ്ടി ഈ നൈപുണ്യ വികസന പദ്ധതിയെ എത്തിക്കാനും കേരള ഗവൺമെന്റ് പരിശ്രമിക്കേണ്ടതാണ്. പക്ഷെ അത് വലിയ വിട്ടുവീഴ്ചയാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 63.3% ITI ഡിപ്ലോമയുള്ള ആളുകളുണ്ട്. ആ ആളുകളെ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർ ഏറെയുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇവർ മാത്രമല്ല, മെഡിക്കൽ ബിരുദധാരികൾ പോലും നമ്മുടെ നാട്ടിൽ നിൽക്കാതെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. കേരളം ഒരുപക്ഷെ വരാൻ പോകുന്ന നാളുകളിൽ ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നുണ്ട്, വലിയ രീതിയിലുള്ള മാമാങ്കങ്ങൾ നടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആളുകൾ പരിപാടികളിൽ, കേരള ഗവൺമെന്റിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തത്വത്തിൽ ഒരു ജില്ലയിലും വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തറക്കല്ലിടലോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അതിനുശേഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കലോ ഒന്നും കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. ഇതിപ്പോ ഈ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് LDF ഫ്രീ ലോഡിംഗ് ആണെന്നാണ്. ശരിയാണോ? എന്താണ്? കുറച്ചധികം റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞു ശേഷം മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് LDF ഫ്രീ ലോഡിംഗ് ആണെന്നാണ്. അതൊരു പക്ഷേ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭയപ്പാട് അതിപ്പോഴും തുടരുന്നുണ്ടാകും എന്നാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ലോഡിംഗ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി കൊടുത്ത തുകയും ഇപ്പോ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലേക്ക് കിട്ടിയിട്ടുള്ള തുകയും കൂടാതെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ, കർഷകർ, കോളനികളിൽ ജീവിക്കുന്ന അട്ടപ്പാടിയില്, പാലക്കാട് നെല്ലിയാമ്പതിയില് ഉൾപ്പെടെ, ഇടമലക്കുടിയില്, ഇടുക്കിയില് ഉൾപ്പെടെ, വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ, മലപ്പുറത്തെ കരുളായി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു കുട്ടി പഠിക്കണം എന്നാഗ്രഹിച്ചാൽ ആ കുട്ടിക്ക് ഏകാധ്യാപക പാഠശാല കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ആ പദ്ധതി പിന്തുടർന്നുകൊണ്ട് കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അധ്യാപികയോ അധ്യാപകനെയോ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കുട്ടിയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നും അവിടെ റോഡുകൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക് യോജന പദ്ധതി കഴിഞ്ഞ 10 വർഷമായിട്ട് അതീവ വേഗതയിൽ കേരളത്തിൽ നടപ്പിലാക്കുകയും അത് വലിയ റോഡുകളുമായിട്ട് കണക്ട് ചെയ്യുകയും കണക്ടിവിറ്റി ഇല്ലാത്ത, ഗതാഗത സൗകര്യങ്ങളില്ലാത്ത ഒരു സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ അടിവരയിട്ടുകൊണ്ട് ഈ റോഡുകൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും പണവും കൊടുക്കുകയും 1 രൂപ കൊടുക്കാതെ വലിയ റോഡുകളുടെ ഉദ്ഘാടനത്തിന് ശ്രീമാൻ ഗഡ്കരി കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു 10 നയാ പൈസ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടല്ല ഈ റോഡിന്റെ വികസന പ്രവർത്തനം നടത്തിയത്, കേന്ദ്രത്തിന് തരാനുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വേദിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആ വേദിയിൽ തന്നെ വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നു, ഒരാൾ പോലും എതിർപ്പുന്നയിച്ചില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വീണ്ടും പദ്ധതികൾ വരുന്നു, വലിയ റോഡുകൾ വരുന്നു. ഇപ്പോ നമുക്ക് സന്തോഷത്തോടുകൂടി കാണാൻ സാധിക്കും, കന്യാകുമാരിയിൽ നിന്ന്, അതായത് തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് കർണാടകയുടെ ബോർഡറിലേക്കുള്ള വലിയ റോഡുകളുടെ വികസന സാധ്യതകളും അതിന്റെ പ്രഖ്യാപനവും പണം മാറ്റിവെക്കലും കേരളത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ചർച്ചയുമില്ല, വിദഗ്ധന്മാരെ വിളിച്ചിരുത്തുന്നില്ല, ആ വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നില്ല. ഇത് എത്ര മാസം കൊണ്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നില്ല. മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതിനു മുൻപും കേരളത്തിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിമാരിൽ ചിലർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന്
ജനമുന്നേറ്റ സദസ്സുകൾ നടത്തിയിട്ടുണ്ട്. ആ സദസ്സുകളിൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് വരാനും അവരുമായി മുഖ്യമന്ത്രിയുമായി സംവദിക്കാനും നിവേദനം കൊടുക്കാനും മാധ്യമങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനും കേരളത്തിന്റെ മണ്ണിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു യാത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഒരു യാത്ര വടക്ക് നിന്ന് തെക്കോട്ടേക്ക് വന്ന് ആ യാത്രയിൽ ഉന്നതരായിട്ടുള്ള ചില ആളുകളെ പ്രത്യേക ലെവലിൽ കണ്ടതൊഴിച്ചാൽ മനുഷ്യരുടെ പുറത്തു തട്ടിക്കൊണ്ട് പാവപ്പെട്ട ഒരു കർഷകന്റെ വിയർപ്പുള്ള കൈയൊന്ന് പിടിച്ചുകൊണ്ട് ഞാൻ ഇതൊന്ന് പരിഹരിച്ചു തരാം, സമാധാനപ്പെടൂ എന്ന് പറയാൻ ഒരു മീറ്റിംഗ് പോലും നടത്താൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പദ്ധതികൾ അപ്പാടെ ടെൻഡർ സൗകര്യമുള്ളവർക്ക് കൊടുക്കുന്നു, അവാർഡ് സൗകര്യമുള്ളവർക്ക് കൊടുക്കുന്നു. ഇപ്പോ വടക്കൻ കേരളത്തില് ഏത് ടെൻഡർ വന്നാലും അത് പ്രത്യേകമായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നു. ആ സൊസൈറ്റി ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. എത്രയോ തവണ എത്രയോ മനുഷ്യർ ആവശ്യമുന്നയിച്ചു, ആരാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉടമസ്ഥൻ, എന്താണ് അവരുടെ നിക്ഷേപം, അവർ എത്ര കോടിയുടെ പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്, ആ പദ്ധതി അവർ എത്രയാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്, ഒന്നിനും ഉത്തരവില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ച് ചോദിച്ചാൽ ചിരിക്കും, കരിമണൽ കർത്തയെ കുറിച്ച് ചോദിച്ചാൽ മൗനം. ഒന്നിനും ഒരു ഉത്തരവും കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത്രയും, ഇപ്പൊ ഹരിത കേരളം പദ്ധതി എല്ലാവർക്കും അറിയാം, എന്റെ അടുത്തിരിക്കുന്നത് കൗൺസിലറാണ്. അപ്പൊ ഹരിത കേരളം പദ്ധതി എങ്ങനെ ഉണ്ടായി? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് മാറ്റിയതാണ്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ കൊണ്ടുവന്ന പദ്ധതിക്ക് ദീനദയാൽ ഉപാധ്യായ എന്നുള്ളത് ചുരുക്കെഴുത്തിൽ 2 ഇംഗ്ലീഷ് ലെറ്റർ മാത്രം വെച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുമ്പോ ഇത് ഞങ്ങൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ബഹുമാനിക്കുന്ന ഏകാത്മ മാനവ ദർശനത്തിന്റെ വക്താവായിട്ടുള്ള ദീനദയാൽ ഉപാധ്യായയാണ് എന്ന് ആർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ആ പദ്ധതിയെയും ചുരുക്കെഴുത്തിൽ കേരളത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എത്രയോ പദ്ധതികൾക്ക്, ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി മോദിജി പറഞ്ഞിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് വീടില്ലാത്ത ഒരാൾ പോലും ഈ ഭാരത രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ടോയ്ലറ്റുകൾ ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം എന്താ പറഞ്ഞത്? അച്യുതാനന്ദൻ സഖാവ് അന്ന് പറഞ്ഞത് കേരളത്തിൽ ടോയ്ലറ്റുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ്. എന്നാൽ എത്ര 1000 ടോയ്ലറ്റുകൾ അച്യുതാനന്ദൻ ഗവൺമെന്റിന് ശേഷം ഇപ്പൊ കേരളത്തിൽ കിട്ടി എന്ന് ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത ടോയ്ലറ്റുകൾ നമുക്ക് വേണ്ടിയിരുന്നു. കാരണം എന്താണ്? ടോയ്ലറ്റുകൾ ഇല്ലാത്ത കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇനിയും നമുക്ക് നഗരാതിർത്തി കടന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയാൽ ഇനിയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്ര രൂപ കിട്ടി എന്ന് പറയാനുള്ള ഒരു ബാധ്യത അത് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. റോഡുകൾ, ഗഡ്കരി കൊടുത്ത റോഡുകളിൽ സെൽഫി എടുത്ത് ബഹുമാനപ്പെട്ട റിയാസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ റോഡിന് ഇത്ര കോടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്, കേരള ഗവൺമെന്റ് ഇത്ര കോടി ഞങ്ങൾ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞാൽ കണക്ക് വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും, അതായത് നമുക്ക് അവകാശപ്പെട്ട, നമുക്ക് വേണ്ടി കിട്ടിയ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് വരുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും, മാധ്യമ സുഹൃത്തുക്കളോട് പറയുകയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളിലും കണക്ക് കേന്ദ്രത്തിൽ നിന്ന് എടുക്കുകയും ജനസമക്ഷം വെക്കുകയും ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അറിയിക്കുകയാണ്.